എടാ ചേർക്ക, ആരാടാ ഭിത്തി മുഴുവൻ വരച്ചു വെച്ചത്? ആരാന്ന് ആരാന്ന്? എടാ പോയി വൃത്തിയാക്കടാ, പോടാ, പോയി ഭിത്തി മുഴുവൻ വൃത്തിയാക്കടാ, ഓടാ. പോയി എന്താടാ, എന്താ നുള്ളു അല്ല നിന്റെ തലി ഞാൻ ശരിയാക്കും, ഞാൻ പറഞ്ഞേക്കാം. എന്താ രോഹിണി, എന്തിനാ കൊച്ചിനോട് കിടന്ന് വഴക്കുണ്ടാക്കുന്നേ? എന്റെ പൊന്നു ചേച്ചി, ഈ ചെറുക്ക ആ ഭിത്തി മുഴുവൻ വരച്ച് വൃത്തികേടാക്കിയിട്ടേക്കോ. ചേച്ചി ഒന്നും ശ്രദ്ധിച്ചില്ല? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കണ്ടേ? ഞാൻ കുറച്ചു ദിവസം ഇവിടെ മാറി നിന്നെന്നും പറഞ്ഞിട്ട് ചേച്ചി വേണ്ട ഇതൊക്കെ നോക്കാൻ വേണ്ടിട്ട്. പെയിന്റിനൊക്കെ എന്തോരം വിലയാ. ഈ ചെറുപ്പം കൊച്ചു കാരണം ഇപ്പൊ 2 പ്രാവശ്യം ഈ വീട് മൊത്തം പെയിന്റ് അടിച്ചത്. ഇനി പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് ഈ പെയിന്റുകാര് കടയിൽ നിന്ന് വെറുതെ എടുത്ത് തരുന്നതാണോ പെയിന്റ്? നല്ലോണം ചുള എണ്ണ അങ്ങ് കൊടുക്കണ്ടേ? ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ? വെറുതെ കിട്ടുന്നതാണോ? വെറുതെ കിട്ടുന്നതാണോ ചേച്ചി? അല്ല അല്ല അല്ല. ആ അല്ല, പോടാ, ഓടറാ. ചേച്ചി എന്താ കഴിക്കാൻ ഉണ്ടാക്കിയത്? കഴിക്കാൻ ഞാൻ രാവിലെ പൂരി ഉണ്ടാക്കിയത്. നീ ഇന്ന് വരുമെന്ന് ഞാൻ ഓർത്തു. ഓ എന്റെ ചേച്ചി, രാവിലെ ഈ എണ്ണയിൽ മുക്കിപ്പൊക്കുന്ന പൂരിയൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് കേടാന്നേ. രാവിലെ നല്ല ദോശ, ഇഡലി, പുട്ട്, അല്ലെങ്കിൽ ഉപ്പുമാവ്, എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കേണ്ടത്. ആ പൂരിയൊക്കെ പൂരി എടുക്ക് കഴിക്കാൻ. അല്ല, 3-4 ദിവസത്തെ ടൂറ് പോയിട്ട് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. മസനഗുഡി വഴി ഊട്ടിയൊക്കെ കറങ്ങി അങ്ങനെ നടന്നു. പക്ഷെ ക്ലൈമറ്റ് കൊണ്ടേ ഭയങ്കര ക്ഷീണമാണ്, തീരെ പറ്റുന്നില്ല. ഓ, ഫ്രൂട്ട്സ് വല്ലതും ഇരിപ്പുണ്ടോ? ഓറഞ്ചും കുറച്ച് മുന്തിരിങ്ങയും കാണും, വേറൊന്നുമില്ല. ആ, ഒരു ജ്യൂസ് അടിച്ച് കുടിക്കണം, എന്നാലും ക്ഷീണം മാറുള്ളൂ. പിന്നെ അലക്കാൻ വേണ്ടിട്ട് തുണി ഇട്ടായിരുന്നു മെഷീനകത്ത്? ഇല്ല, ഞാൻ തുണി കഴുകാൻ പോയപ്പോഴാണ് നീ വന്നത്. പിന്നെ ആ കാര്യം അങ്ങ് വിട്ടുപോയി. നീ ഒരു കാര്യം ചെയ്യ, തുണി കഴുകുക. ആ, ഇല്ലല്ലേ? എന്നാ പിന്നെ എന്റെ തുണി ആദ്യം കഴുകണം. എന്റെ പോയ നല്ല ഡ്രസ്സാ, അതും നല്ല വിലയുള്ളത്. ആ ഡോക്ടറുടെ വീട്ടിൽ നിന്നും പിന്നെ നമ്മുടെ മാനേജറുടെ വീട്ടിൽ നിന്നും ഒക്കെ തന്നതാ. അപ്പൊ അതൊക്കെ കഴുകണം. അത് കഴുകി കഴിഞ്ഞിട്ട് ചേട്ടന്റെ തുണി കഴുകാം കേട്ടോ. ആ, ചേട്ടന്റെ കുറെ തുണി കൊണ്ട് കഴുകാൻ വേണ്ടിട്ട്. അത് കഴുകി കഴിഞ്ഞിട്ട് നിന്റെ കഴുകാം. ചേട്ടനിപ്പം നാളത്തേക്ക് വേണ്ടതോ? അയ്യോ അത് പറ്റൂല. എന്റെ 4 ദിവസത്തെ തുണി കൊണ്ട് കഴുകാൻ വേണ്ടിട്ട്. അതിപ്പോ കഴുകിയിടണം, ഇപ്പൊ വെയിലുള്ള സമയല്ലേ. അത് കഴിഞ്ഞിട്ട് ചേട്ടന്റെ ഇറക്കാം. അയ്യോ അത് പറ്റൂല. ചേട്ടന്റെ കഴുകി കഴിഞ്ഞിട്ട് നീ നിന്റെ കഴിക്കാൻ മതി കേട്ടോ. എന്റെ ചേച്ചി, ചേച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നേ? ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി ഇപ്പൊ തൽക്കാലം. ചേച്ചി അങ്ങനത്തെ ട്യൂണിൽ എന്നോട് സംസാരിക്കരുത്. നീ എന്നെ കൊണ്ട് പറയിക്കുന്നതല്ലേ രോഹിണി. ആ ഒരു ട്യൂണിൽ എന്നോട് ഇന്ന് വരെ ആരും സംസാരിച്ചിട്ടില്ല. ഞാൻ 3 വീട്ടിൽ പണിക്ക് പോകുന്ന ചേച്ചിക്ക് അറിയാലോ. ആ ഒരു ട്യൂണ് വെച്ച് എന്നോട് സംസാരിക്കരുത്. ഇതിപ്പോ നിന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ വേലക്കാരി, നീ ഇവിടുത്തെ മുതലാളിയാന്ന് തോന്നുമല്ലോ. നീയാണ് ഇവിടുത്തെ വേലക്കാരി, അത് നീ പലപ്പോഴും മറന്നു പോവാ. ഓഹോ, ഓ, ഹോ ഹോ, ഓ. ഉഫ്. രോഹിണി, രോഹു, ഇത് ഫ്രണ്ട് വശം കാണാനും പറ്റുന്നില്ലല്ലോ. ആ വരാം. കരയണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ 3 വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട്. എല്ലാരും എന്നെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ കാണുന്നത്. ഇന്ന് വരെ ആരും എന്നെ വേലക്കാരിന്ന് വിളിച്ചിട്ടില്ല, എന്നെ വേലക്കാരിയായിട്ട് കണ്ടിട്ടുമില്ല. ഞാനാണെങ്കിൽ സ്വന്തം വീട് പോലെ ആത്മാർത്ഥമായിട്ട് ഓരോ വീട്ടിലും പോയി പണിയെടുക്കുന്നത്. ആ ഡോക്ടറുടെ വീട്ടിലൊക്കെ പോയിട്ട് ആ ചേച്ചിനെ കുറിച്ച് പൊക്കി പൊക്കി പറയും, നല്ല ചേച്ചിയാന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടുകാരോടൊക്കെ ഞാൻ വരുന്ന വഴിക്ക് എല്ലാ ചേച്ചിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം പറയുന്നത്. ഞാൻ നിങ്ങളെ ഒരു സ്വന്തം പോലെ കണ്ട് ഈ വീട്ടിൽ നിന്നിട്ട് എന്നെ വേലക്കാരിന്ന് വിളിച്ചില്ല, വേലക്കാരിന്ന്. എനിക്കറിയാം രോഹിണി, നീ സ്വന്തം പോലെ കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നേന്ന്. സോറി, ഞാൻ ഇനി അങ്ങനെയൊന്നും പറയൂല. നീ ഒന്ന് കഴിച്ച് നിർത്ത്, ആരെങ്കിലും കേൾക്കും. ഞാൻ നിന്നെ വല്ലതും ചെയ്തതാന്ന് ഓർക്കും. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ഞാൻ ഇത്രയും നാള് ചേച്ചിയുടെ മക്കള് എന്റെ മക്കള്, ചേച്ചിയുടെ ഭർത്താവ് എന്റെ ഭർത്താവ്. എന്തോന്ന്? ഓന്ന് ഞാനൊരു ഓളത്തിൽ പറഞ്ഞു പോയതാ. എന്നാ ഞാൻ എന്റെ തുണി കഴുകിയിട്ട് ചേച്ചിയുടെ ചേട്ടന്റെ തുണി കഴുകാം. അല്ല ചിന്നുമോളെ, എന്താ? നിന്റെ പേപ്പർ കിട്ടിയായിരുന്നോ? ഞാൻ 3-4 ദിവസമേ ഇവിടുന്ന് മാറി നിന്നുകൊണ്ട് നിന്റെ പേപ്പർ കിട്ടുന്ന കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. പേപ്പർ കിട്ടിയായിരുന്നോ? ആ പേപ്പർ കിട്ടി. മാത്സിന് തോറ്റു.
എന്താ? മാത്സിന് തോറ്റോ? ഇത്ര ചെറുപ്പത്തില് തോക്കാൻ മാത്രം നീ വളർന്നോ? ഏ ഇങ്ങനെ തോറ്റെ? ഏ എങ്ങനെയാ തോറ്റെ? നിനക്ക് എന്ത് ധൈര്യം വന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി എങ്ങനെയാ തോറ്റേന്ന്? എന്റെ ദേഹത്തുങ്ങാട് തൊട്ട് ഞാൻ മൂക്കടിച്ച് പരത്തി കളയും ഞാൻ. മാർക്ക് ചോദിക്കാൻ വന്നിരിക്കുന്നു. നീ ആരാടി? പഠിച്ചു മോള് പഠിച്ചു. വേലയ്ക്ക് നിർത്തിയ സെർവന്റ് ഇച്ചിരി ഓവറാന്ന് തോന്നുന്നല്ലോ. 1 മാസമായുള്ളെങ്കിലും എന്റെ കളി കണ്ടിട്ട് കുറച്ച് ഓവറാ. എനിക്ക് തോന്നിയിട്ടില്ല അവള് ഓവറാണെന്നൊന്നും. അവളെ സ്വന്തം വീട് പോലെ ഈ വീട് കാണുന്നത്. അവളുടെ പെരുമാറ്റം ശ്രദ്ധിച്ചോ? ഒരു വേലക്കാരികൾ പെരുമാറുന്ന പോലെ അല്ലല്ലോ. അത് അവള് നമ്മളെയൊക്കെ സ്വന്തം പോലെ കാണുന്നത് കൊണ്ടാ. നല്ല ഉത്തരവാദിത്ത ബോധം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതിപ്പോ എന്റെ കൂട്ടുകാരി പറഞ്ഞു വിട്ട ആളായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. എടി, ഇവിടെ ഒരു വേലക്കാരിയുടെ ആവശ്യമുണ്ടോ? നിനക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഓ, ഇവിടെ ഉള്ളൂ. എനിക്ക് ശമ്പളമുള്ള ജോലി ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ ഈ വർത്താനം പറയുന്നത്? ഞാൻ നിങ്ങളുടെ മക്കളുടെ വേലക്കാരിയായിട്ട് ഇവിടെ കഴിയണം, അതാണ് നിങ്ങൾ പറയുന്നത്. ഓ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ 2 മക്കളെ ഞാൻ പ്രസവിച്ച് തന്നതല്ലേ. ആ ഒരു നന്ദിയെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കണ്ടേ, എന്നെ വിളിയിട്ട് കഷ്ടപ്പെടുത്താണ്ട്. ഓ, കഷ്ടപ്പെട്ട് എന്റെ വയറും കീറി 2 പിള്ളേരെ ഞാൻ പ്രസവിച്ച് എന്റെ കാലിലും വേദന, അനസ്തേഷ്യയും കുത്തിക്കയറ്റി, എന്റെ നടുവിലും വേദന, എന്റെ ശരീരം മൊത്തത്തിൽ ഞാൻ കളഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു വേലക്കാരിനെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വെച്ച് തന്നുകൂടാ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. നീ ഇഷ്ടമുള്ള പോലെ ചെയ്യേ. ചേച്ചിയെ, ചേച്ചിയെ, എന്താ? ആരാ ആ ബാത്റൂമിനകത്ത് മുഴുവനും ചെളി ചവിട്ടി കയറ്റിയതാ? അത് പിള്ളേരായിരിക്കും, നീ ഒന്ന് കഴുകിയിട്ടേരെ. ചേച്ചി ഒരുമാതിരി വേലക്കാരികളോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. എനിക്കിങ്ങനെ ചെളി പിടിച്ച് ബാത്റൂം കിടക്കുന്നത് കാണുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചേച്ചി, ഞാൻ ഒരു 1/2 മണിക്കൂർ സമയം തരാം. അപ്പത്തേക്കും ബാത്റൂം കഴുകി വൃത്തിയാക്കി കണ്ണാടി പോലെ തിളങ്ങണം ബാത്റൂം, കേട്ടോ? ആ ആ. ശോ. ചേച്ചി, ആ മുറ്റം ഒന്ന് തൂത്ത് വൃത്തിയാക്കണം കേട്ടോ. എനിക്ക് നടുവിനൊരു പിടുത്തം, ഭയങ്കര ഒരു വേദന പോലെ. ഉച്ചയാകുമ്പോഴേ നമ്മുടെ ഡോക്ടറിന്റെ വീട്ടിൽ പണിക്ക് പോകേണ്ടതാ. അവര് ഭാര്യയും ഭർത്താവും 2 പേരും ഡോക്ടറാ. മടുത്ത് ക്ഷീണിച്ച് കയറി വരുമ്പോ എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കി വെക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബാങ്ക് മാനേജറുടെ വീട്ടിൽ പോകാൻ വേണ്ടിട്ട്. അവർ 2 പേരും ബാങ്കിലാ ജോലി ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും പാവങ്ങൾ മടുത്ത് കുത്തിയേ വരുന്നത്. അവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ. ആകെപ്പാടി ഇത് റെസ്റ്റ് കിട്ടുന്നത് എനിക്ക് ഇവിടെ വരുമ്പോഴാ. ചേച്ചി ഇവിടെ വേലയും കൂലിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴാണ് ഞാനൊന്ന് ചന്തി കുത്തി ഇരിക്കുന്നത്. ഒന്ന് വൃത്തിയാക്കണം കേട്ടോ, തീരെ വയ്യ, അതുകൊണ്ടാ. യാത്ര ചെയ്തതിന്റെ ക്ഷീണമേ, ടൂർ പോയന്നെ ഇതുവരെ മാറിയിട്ടില്ല. ഞാനാണെങ്കിൽ നേരത്തെ ഒരു തവണയെ മുറ്റം അടിക്കൂടായിരുന്നു. ഇവിടെ വന്നേ പിന്നെ എന്നെ കൊണ്ട് 2 തവണ മുറ്റം അടിപ്പിക്കുവാണല്ലോ. വീട് മുഴുവനാണെങ്കിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് മുറ്റം അടിക്കാൻ പോയത്. ഇനി ഇവിടെ എന്ത് പണി എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ചേച്ചി, മുറ്റം തൂത്ത് വൃത്തിയാക്കിയോ? എങ്കിൽ പിന്നെ ആ മുറിയിലെ ചുക്കുരുവലയൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. ഓ, തുമ്മി 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 ഞാൻ മടുത്തു. എനിക്കാണെങ്കിൽ ഒന്നാമത് അലർജി ഉള്ളതാ. ഇതിന്റെ ഒന്ന് പൊടിയടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. പിന്നെ ഞാൻ കുറച്ച് കറി എടുത്തിട്ടുണ്ട്, സാമ്പാർ. പിന്നെ തുണി അലക്കുമ്പളേ എന്റെ കൂടി ഒന്ന് കഴുകിയിട്ടേക്കണേ. പോട്ടെ. ഓ, എനിക്ക് ഇവിടെ ചേച്ചി ചേച്ചി വിളി കേട്ടിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്നെ കഴിഞ്ഞ് 10-12 വയസ്സ് മൂത്തതാ. ചേച്ചി ചേച്ചി. എന്താടി കിടക്കുന്നത്? ഓ, ഒന്നുമില്ല അമ്മേ. ഒന്നുമില്ലേ? നിനക്ക് തീരെ വയ്യെന്ന് തോന്നല്ലോ. എന്റെ അമ്മയെ പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. അവക്ക് ഭയങ്കര ചിട്ടയാ അമ്മേ. ആർക്ക്? ആ രോഹിണിക്ക് തറയൊക്കെ നല്ല കണ്ണാടി പോലെ തിളങ്ങണം, 3 നേരം അടിച്ചു വാരണം, 2 നേരം മുറ്റം ഒടിക്കണം, തുണിയൊക്കെ അലക്കി തേച്ച് നല്ല പുതിയ ഡ്രസ്സ് പോലെ ഇരിക്കണം. ഷൂ, എന്തൊരു ചിട്ടയാ. അത് മാത്രമല്ല ഈ ചുക്രികലയൊക്കെ തുടച്ചുടച്ച് ഞാൻ മടുത്തു. അതിന് പണിയൊക്കെ എടുക്കുന്ന അവളല്ലേ, പിന്നെ നിനക്കെന്തിനാ ക്ഷീണം? ഇതൊക്കെ അവൾ എന്നെ കൊണ്ടാ അമ്മ ചെയ്യിക്കുന്നത്. ഞാൻ പറയും അവള് ചെയ്യും, അങ്ങനെയല്ലേ? പക്ഷെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ അവൾ എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കും. എല്ലാ പണിയും ചെയ്യുന്നത് ഞാനാ. അവളിങ്ങനെ മറ്റേ ഓർഡർ ഇട്ട് തരൂലേ, എന്താ പറയുന്നേ, സൂപ്പർവൈസർ എന്ന് പറയൂലേ, എന്ന് പറഞ്ഞ കണക്കാ. അയ്യോ, ഇങ്ങനെ ഒരു പൊട്ടത്തി. പഠിക്കാൻ വിട്ടെന്നാ പിന്നെ പഠിച്ച് എന്തെങ്കിലും ജോലി വാങ്ങിച്ചോട്ടെ എന്ന് വെച്ചപ്പോ നമുക്ക് പഠിക്കണ്ട, കെട്ടിച്ച് വിട്ടാൽ മതി. എന്നാ പിന്നെ അച്ഛൻ കഷ്ടപ്പെട്ട് കുറച്ച് സ്വർണവും പണവും അതും ഇതൊക്കെ ആക്കി വെച്ചു, അതൊക്കെ മാക്ക് കൊടുത്ത് അന്ന് കെട്ടിച്ച് വിട്ടു.
നിനക്ക് ചെയ്യാനുള്ള പണിയല്ലേ ഇവിടെ ഉള്ളൂ. നീ വെറുതെ ആ ചെറുക്കനോട് പറഞ്ഞിട്ട് എന്തിനാ ഒരു വേലക്കാരിനെ ഇവിടെ വെച്ചത്? എന്നാ വേലക്കാരിനെ വെച്ചു. ആ പെണ്ണിനെ കൊണ്ടിട്ട് പറഞ്ഞ് വല്ലതും പണി ചെയ്യിക്കാൻ അറിയാമോ? അതുമില്ല. ഓ, അതാണെങ്കിൽ സൂത്രം പഠിച്ചൊരു വേലക്കാരി എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങള് ഇങ്ങനെ സൂത്രം പഠിച്ചത് അവിടെ ഇവിടെ ഇരുന്ന് സൂത്രത്തിന് നിന്നെ കൊണ്ട് പണിയെല്ലാം ചെയ്യിച്ചു. അവളത് ചെയ്യാനും ഇരുന്നു. പൊട്ടി. നിന്നെ കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ഇതൊരു പൊട്ടത്തിയാണ്, ഒരു കഥയും ബോധം ഇല്ലാത്തതാണ്. അപ്പൊ അവൾ ഇങ്ങനെ നല്ല സൂത്രത്തിന് തഞ്ചത്തിൽ നിന്റെ അടുത്ത് നിന്ന് നിന്നെ കൊണ്ട് പറഞ്ഞ് എല്ലാ പണിയും ചെയ്യിച്ച് വലിയ എല്ലാം അറിയാന്നുള്ള ധാരണയിൽ നിന്നെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിച്ച് നീ അതങ്ങ് വിശ്വസിച്ചു. മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി. അയ്യോ എന്റെ പെങ്കൊച്ചെ. അയ്യോ, അവളെ കൊണ്ട് ഞാൻ മടുത്തു. ചേട്ടനോട് പറയാൻ എനിക്ക് മടിയായിട്ടാ. എങ്ങനെയെങ്കിലും അവൾ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ഇവിടുത്തെ പണിയൊക്കെ. ഇങ്ങനെ ഒരു മടിച്ചിക്കോത. നിന്റെ കെട്ടിയവനൊരു പാവം ആയതുകൊണ്ട് നിന്റെ താളത്തിനൊട്ട് തുള്ളുന്നു. അമ്മേ, അമ്മയല്ല കുമ്മ. എടി പെങ്കൊച്ചെ, ഇവിടെ അതിനു മാത്രം പണികളൊന്നുമില്ല. നിനക്ക് ജോലിയില്ല, ജോലിക്കിട്ട് പോകാൻ നിനക്ക് താല്പര്യമില്ല. വീട്ടിലെ കുടുംബകാര്യങ്ങളും പിള്ളേരുടെ കാര്യവും നോക്കി കഴിയാനാണ് നിനക്ക് താല്പര്യം, അല്ലേ? ആ, നിനക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ല. പിന്നെ ഇവിടെ നീ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ മാത്രമുള്ള പണിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. അലക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സി ഉണ്ട്, എല്ലായിടത്തും ടാപ്പുണ്ട്. തുറന്നും വെള്ളം ചുമന്നുകൊണ്ട് വരണ്ട. യാതൊരു വിധ കഷ്ടപ്പെട്ട പണികളൊന്നുമില്ല. ഇതിപ്പം ജോലിക്ക് പോകുന്ന ഭർത്താവിന് മടുത്തു കുത്തി വരുമ്പോ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഇത്ര വലിയ കഷ്ടപ്പാടാണെന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട. നിനക്കതല്ലേ ഇഷ്ടം, അപ്പൊ അതങ്ങ് ചെയ്തു കൊടുക്കണം. എന്തെങ്കിലും ഒരു ജോലി നമ്മൾ ചെയ്യണ്ടേ? പുറത്ത് ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യണം. പുറത്ത് ജോലിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വീട്ടിലിരിക്കുന്ന ഇഷ്ടം. ആ, ഇതിപ്പോ പുറത്തെ ജോലി വീട്ടിലെ ജോലിയും കെട്ടിയോട് ചെയ്യാൻ പറയാൻ പറ്റിയല്ലോ. അപ്പൊ വേലക്കാരിനെ വെക്കുന്നവള്. ഞാൻ അവളെ വിളിച്ച് പറയാം വരണ്ടാന്ന്. പൈസ എത്രയാന്ന് വെച്ചാൽ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തേക്കാം. ആ പെണ്ണുങ്ങളുടെ നമ്പർ ഇങ്ങോട്ട് തന്നെ. ആ, അമ്മ ഇപ്പൊ തന്നെ വിളിച്ചു പറ. അപ്പൊ ആ സുജാതയുടെ മരുമോളുണ്ട്. ഈ പറഞ്ഞ വീട്ടിൽ യാതൊരുവിധ പണിയും ചെയ്യാൻ കഴിയല. അയ്യോ എനിക്ക് വയ്യ, മുറ്റം തൂക്കാൻ എനിക്ക് വയ്യ, അത് ചെയ്യാൻ എനിക്ക് വയ്യ. എന്നിട്ട് പോവുകയാണ്. 1 മണിക്കൂർ ജിമ്മിൽ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് പണിയെടുക്കാനും വെയിറ്റ് എടുത്ത് നോക്കാനോ ഒന്നും ഒരു കുഴപ്പമില്ല. വീട്ടിലൊന്നും മുറ്റം തൂക്കാൻ പറ്റിയല്ല, കുനിയാൻ പറ്റിയല്ല. ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അങ്ങനെ വീട്ടിലൊരു വേലക്കാരിനെ വെക്കണം എന്നുള്ള പൂതി തീർന്നു. അയ്യോ അയ്യോ. സെർവന്റ് പോയതുകൊണ്ട് ക്ഷീണമായിരിക്കും അല്ലേ? എനിക്ക് ക്ഷീണമൊന്നുമില്ല. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കാൻ കുറെ സമയമുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചെറിയ പണികളൊക്കെ അല്ലേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് ഒരു സെർവന്റിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. അത് നന്നായി.